നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും കരമാർഗമുള്ള കണ്ടെയ്നർ നീക്കത്തിനായി ആവിഷ്കരിച്ച റെയിൽവേ ലൈനിന്റെ നിർമ്മാണ നടപടികൾക്ക് ഇപ്പോൾ വേഗം കൈവന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര തുറമുഖ റെയിൽപാതയുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങും എന്നാണ് വാർത്ത. ഇതിനാവശ്യമായ ഡോക്യുമെന്റുകളുടെ കൈമാറ്റം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് വിസിലും കൊങ്കൺ റെയിൽ കോർപ്പറേഷനും തമ്മിൽ കൈമാറിയിട്ടുണ്ട്. നേരത്തെ ഈ റെയിൽപാത 2028 പൂർത്തിയാക്കും എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി പ്രസ്താവിച്ചിരുന്നു. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഇതിന്റെ നിർമ്മാണ ചുമതല. ആകെ 10.76 കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ് ഈ റെയിൽപാത. ഇതിൽ 9.2 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയായിരിക്കും വരുന്നത്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ 1482.92 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. ബാലരാമപുരത്ത് താന്നിവിളയിൽ നിന്നും വിഴിഞ്ഞം വരെയുള്ള ഭാഗമാണ് ഭൂഗർഭപാത വരുന്നത്. ഈ പാതയുടെ ഭൂരിഭാഗവും തറനിരപ്പിൽ നിന്ന് 25 മീറ്റർ വരെ താഴ്ചയിലായിരിക്കും. ബാലരാമപുരം നേമം റൂട്ടിലേക്ക് പ്രധാന റെയിൽപാതയ്ക്ക് സമാന്തരമായി 1.2 കിലോമീറ്റർ ദൂരം വരുന്ന പുതിയ റെയിൽപാത കടന്നുപോകും. 5 മീറ്റർ വീതിയും 6.25 മീറ്റർ ഉയരവും വരുന്നതാണ് ഈ തുരങ്കം. വൈദ്യുതീകരിച്ച ഒറ്റവരി പാതയാണ് നിർമ്മിക്കുന്നത്. ഇതോടെ ബാലരാമപുരം എന്നത് ക്രോസിംഗ് നിലവാരത്തിലുള്ള സ്റ്റേഷനായി മാറും. നിലവിലെ വിഴിഞ്ഞം ബാലരാമപുരം റോഡിന് താഴെയായിരിക്കും തുരങ്കപാത കടന്നുപോകുന്നത്. നേരത്തെ ഇതിന്റെ DPRന് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരവും കേന്ദ്ര മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതികാനുമതിയും ലഭിച്ചിരുന്നു. തുരങ്കപാത ബാലരാമപുരത്തു നിന്ന് നേമം സ്റ്റേഷനിലേക്കും ബാലരാമപുരം സ്റ്റേഷനിലേക്കും രണ്ടായി തിരിയുകയാണ്. മുക്കോല ഭാഗത്തു നിന്നാണ് ഭൂമി തുരന്നുള്ള നിർമ്മാണം ആരംഭിക്കുക. ഈ പദ്ധതിയുടെ ഭാഗമായി 17 വീടുകളിൽ നിന്ന് 38 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതായും വരും. 11 വീടുകൾ പൂർണ്ണമായും പൊളിക്കേണ്ടിയും വരും. ഇതിനോടൊപ്പം കണ്ടെയ്നർ റെയിൽ ടെർമിനൽ CRT സ്ഥാപിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. പാതയുടെ നിർമ്മാണം ഒരേ സമയം 3 ഇടങ്ങളിൽ നിന്നും തുടങ്ങും എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇതിൽ ടണൽ വരുന്ന തുറമുഖത്തിന് സമീപത്തുള്ള കോട്ടപ്പുറം ഭാഗത്ത് ഇപ്പോൾ പ്രാദേശികമായി ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ബാലരാമപുരം ഭാഗത്തു നിന്നും മറ്റൊരു സംഘം നിർമ്മാണം തുടങ്ങും. ഒരു സംഘം വിസിൽ ഏറ്റെടുത്ത സ്ഥലത്തു നിന്നും തുരങ്ക നിർമ്മാണം ആരംഭിക്കും. ദിവസവും 9 മുതൽ 10 റേക്ക് വരെ സഞ്ചരിക്കുന്ന തരത്തിലാണ് ഈ പാത നിർമ്മിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളായ പ്രധാനമന്ത്രി ഗതിശക്തി, സാഗർമാല, റെയിൽ സാഗർ എന്നിവയിൽ നിന്നാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്നത്. പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.